റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചെന്ന് സമ്മതിച്ച പാകിസ്ഥാൻ ആക്രമണ വിവരം സൈനിക മേധാവി ജനറൽ അസീം മുനീർ തന്നെ പുലർച്ചെ വിളിച്ചറിയിച്ചെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ന് വെളിപ്പെടുത്തി. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഷഹബാസ് ഷെരീഫ് ആവർത്തിച്ചു. മെയ് 10 പുലർച്ചെ 2:30 പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ ഫോൺ കോൾ. ആ ഫോൺ കോൾ കേട്ടാണ് താൻ ഉണർന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെയുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ച് അസീം മുനീർ പറഞ്ഞു. റാവൽപിണ്ടി നൂർഖാൻ വ്യോമത്താവളം ഉൾപ്പെടെ ഇന്ത്യ ആക്രമിച്ചതായി സൈനിക മേധാവി അറിയിച്ചു. വളരെ ആശങ്കയുണ്ടാക്കിയ നിമിഷമായിരുന്നു അത്. ചൈനീസ് യുദ്ധവിമാനങ്ങൾക്കെതിരെ ഇന്ത്യ പുത്തൻ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. പാകിസ്ഥാൻ തിരികെ ഉപയോഗിച്ചത് തദ്ദേശീയ സംവിധാനങ്ങളാണെന്നും പാക് പ്രധാനമന്ത്രി. 9:10 की दरमियानी रात में तकरीबन 2:30 बजे सिपा सलार जनरल सईद आसिम मुनीर ने मुझे सिक्योर फोन पे मुझे बताया कि वज़ीर-ए-आज़म साहब, हिंदुस्तान ने अपने बैलिस्टिक मिसाइल अभी लॉन्च किए हैं, एक नूर खान एयरपोर्ट पे गिरा है. അതിരാവിലെ താൻ നീന്തുമ്പോഴായിരുന്നു സൈനിക മേധാവിയുടെ അടുത്ത ഫോൺ കോൾ. ഇന്ത്യക്ക് ശക്തമായ തിരിച്ചടി നൽകി. ഇന്ത്യ വെടിനിർത്തൽ സാധ്യത തേടുകയാണെന്നും അസീം മുനീർ അറിയിച്ചു. ശത്രുക്കൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചത് അഭിമാനകരമായ കാര്യമാണെന്ന് താൻ സൈനിക മേധാവിയോട് പറഞ്ഞതായും ഷഹബാസ് ഷെരീഫ്. ഇസ്ലാമാബാദിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തലുകൾ. സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്നും പാക് പ്രധാനമന്ത്രി വ്യക്തമാക്കി. എന്നാൽ പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ ഭീകരതയെക്കുറിച്ച് മാത്രമായിരിക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. വിനീത വിജി, 24, ഡൽഹി.